താരം ഇന്ത്യക്ക് വേണ്ടി ഓപ്പണറുടെ റോളിൽ കിടിലൻ പ്രകടനം നടത്താൻ തയ്യാറെടുക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ. ബംഗ്ലാദേശിനെതിരായ 3 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ ടീമിന്റെ രണ്ടാം ഓപ്പണർ സഞ്ജു ആയിരിക്കുമെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ടീം മാനേജ്മെന്റ് തനിക്ക് നൽകിയ റോള് ഏറ്റവും ഭംഗിയായി ചെയ്യുക എന്നതാണ് സഞ്ജുവിന് മുന്നിലുള്ള ഒരു ദൗത്യം. അന്താരാഷ്ട്ര കരിയറിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റായി ഈ പരമ്പര മാറിയേക്കും. കാരണം ബാറ്റർ എന്ന നിലയിൽ തന്റെ കഴിവ് പൂർണ്ണമായി പുറത്തെടുക്കാൻ സഞ്ജുവിന് ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനി ലഭിക്കാനില്ല. വലിയൊരു ഇന്നിംഗ്സുമായി വിമർശകരുടെ വായ അടപ്പിക്കുന്നതിനൊപ്പം ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം നേടിയെടുക്കാനും അദ്ദേഹം ശ്രമിച്ചേ തീരൂ. ബംഗ്ലാദേശിനെതിരെ സഞ്ജു അവസാനമായി ഓപ്പണറായി കളിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അന്താരാഷ്ട്ര T20 കരിയറിൽ ബംഗ്ലാദേശിനെതിരെ സഞ്ജു സാംസൺ ഒരിക്കൽ മാത്രമേ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണറായി കളിച്ചിട്ടുള്ളൂ. ഇതാവട്ടെ ഈ വർഷം തന്നെയാണ്. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലായി നടന്ന ICC T20 ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിലായിരുന്നു ഇത്. ജൂൺ 1 അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും സന്നാഹത്തിൽ കൊമ്പുകോർത്തത്. ഈ മത്സരത്തിൽ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പമാണ് സഞ്ജു ഓപ്പണറായി ക്രീസിലെത്തിയത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ടീം മാനേജ്മെന്റിന്റെ സർപ്രൈസ് നീക്കം. വെടിക്കെട്ട് താരങ്ങളായ രോഹിത്തും സഞ്ജുവും ടീമിന് സ്വപ്നതുല്യമായ തുടക്കം നൽകുമെന്നും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ കണക്കുകൂട്ടലുകൾ പാളി. ബാറ്റിംഗ് അതീവ ദുഷ്കരമായിരുന്ന പിച്ചാണ് ഈ മത്സരത്തിനായി തയ്യാറാക്കിയിരുന്നത്. മാത്രമല്ല ഔട്ട്ഫീൽഡും തീരെ സ്ലോ ആയിരുന്നു. ഇതിന് കാരണം സഞ്ജുവിന് ഓപ്പണിംഗിൽ തിളങ്ങാനായില്ല. 6 ബോളിംഗിൽ നിന്നും 1 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ. പേസർ ഷെരീഫുൽ ഇസ്ലാമിന്റെ ബൗളിംഗിൽ സഞ്ജു വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയായിരുന്നു. പക്ഷേ അമ്പയറുടെ തീരുമാനം സംശയാസ്പദമായിരുന്നു. എന്നാൽ സന്നാഹ മത്സരമായതിനാൽ ടീമുകൾക്ക് റിവ്യൂ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഈ കാരണത്താൽ തന്നെ സഞ്ജുവിനെ നിരാശനായി മടങ്ങേണ്ടി വരികയും ചെയ്തു. ലോകകപ്പിന് മുമ്പ് ഇന്ത്യ കളിച്ച ഏക സന്നാഹ മത്സരവും ഇതായിരുന്നു. സഞ്ജുവിന് ഈ അവസരം മുതലെടുക്കാൻ സാധിക്കാതെ പോയപ്പോൾ ഋഷഭ് പന്ത് ഇത് നന്നായി മുതലെടുക്കുകയും ചെയ്തു. 4-ാം നമ്പറിൽ ഇറങ്ങിയ അദ്ദേഹം 32 ബോളിംഗ്, 4 വീതം 4ഉം 6കളും അടക്കം 53 റൺസ് സ്കോർ ചെയ്തു. തുടർന്ന് മറ്റുള്ളവർക്ക് കൂടി ബാറ്റിംഗിൽ അവസരം നൽകാൻ റിട്ടയർഡ് ഹർട്ട് ആവുകയായിരുന്നു. ഈ സന്നാഹ മത്സരത്തിൽ നേടിയ 50 ഋഷഭിന് നേട്ടമായപ്പോൾ സഞ്ജുവിന് പണിയും കിട്ടി. ലോകകപ്പിലെ മുഴുവൻ മത്സരങ്ങളിലും ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവാൻ ഋഷഭിനെ സഹായിച്ചത് സന്നാഹ മത്സരത്തിലെ പ്രകടനമാണ്. സഞ്ജു ആവട്ടെ ഒരു മത്സരത്തിൽ പോലും അവസരം കിട്ടാതെ ടൂർണമെന്റിലുടനീളം ബെഞ്ചിൽ ഇരിക്കുകയും ചെയ്തു. ബംഗ്ലാദേശുമായുള്ള ഈ സന്നാഹ മത്സരത്തിനു ശേഷം ഒരു തവണ കൂടി T20യിൽ സഞ്ജു ഇന്ത്യക്ക് വേണ്ടി ഓപ്പണറായി കളിച്ചിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കെതിരെ ജൂലൈയിൽ നടന്ന 3 മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാംഗത്തിലായിരുന്നു ഇത്. പക്ഷേ അന്ന് അദ്ദേഹം ഗോൾഡൻ ഡെക്കായി തീർത്തും നിരാശപ്പെടുത്തുകയായിരുന്നു. സ്പിന്നർ മഹീഷ് തീക്ഷണയാണ് സഞ്ജുവിനെ ബൗൾഡാക്കിയത്.